നമസ്കാരം. ഇന്നത്തെ ചെടിവിശേഷങ്ങളുമായി ഞാൻ ശക്തി. 8848296441 ഇതിൻ്റെ മൊബൈൽ നമ്പർ. ഈ ചൂട് സമയത്ത് നമ്മുടെ ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ചും അഗ്ലോണിമയ്ക്കും കൊടുക്കാൻ പറ്റുന്ന 1-2 വളങ്ങൾ പറയട്ടെ. ഒരു ബക്കറ്റിലേക്ക് 1 ഗ്ലാസ് തൈര്, ഒരു വലിയ ശർക്കര, ഒരു ബൗൾ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ ആ ബൗൾ നിറയെ കടലപ്പിണ്ണാക്ക്, അതേ അളവിൽ വേപ്പിൻ പിണ്ണാക്ക്. ഇനി മഞ്ഞളുണ്ടെങ്കിൽ, പച്ചമഞ്ഞളോ ഉണങ്ങിയ മഞ്ഞളോ ഉണ്ടെങ്കിൽ ഒരെണ്ണം ചതയ്ക്കുക. ഇനി ഇത് രണ്ടുമില്ല എങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. ഇതെല്ലാം കൂടി ബക്കറ്റിന് അരഭാഗം വെള്ളത്തിലേക്ക് ഇതെല്ലാം കലർത്തി യോജിപ്പിച്ച് വെക്കുക. കുറഞ്ഞതൊരു 4 ദിവസമെങ്കിലും ഇതിനെ പുളിപ്പിക്കാൻ വെക്കണം. എല്ലാ ദിവസവും ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ശേഷം നന്നായി പുളിച്ചിട്ട് അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് 4 ഇരട്ടി വെള്ളത്തിൽ കലർത്തി നന്നായി ഡൈലൂട്ട് ചെയ്യുക. ഡൈലൂട്ട് ചെയ്ത ഈ മിശ്രിതം ഇലച്ചെടിയെന്നോ പൂച്ചെടിയെന്നോ നോക്കാതെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. അതിൻ്റെ റിസൾട്ട് എൻ്റെ ഈ ചെടികൾ നോക്കിയാൽ അറിയാൻ പറ്റും. പൂക്കളുള്ള ചെടികളാണെങ്കിൽ കുലകുത്തി പൂക്കളുണ്ടാവും, 100% ഗ്യാരണ്ടി. അത് ഇലച്ചെടികളാണെങ്കിലോ ഏത് കളറിലുള്ള ചെടിയാണോ ആ കളറ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അത്ര ഭംഗിയിൽ ചെടികൾ നിൽക്കും. പച്ച നിറമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പ് കളർന്ന ഒരു പച്ച നിറം ഉണ്ടല്ലോ, നല്ല കരുത്തോടു കൂടി നിൽക്കുമ്പോഴുള്ള കളറ് അങ്ങനെയാവും ഇലകൾക്കൊക്കെ. നല്ല ഭംഗിയിൽ ചെടികൾ വളരും. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു വളക്കൂട്ടെടുക്കാം. ഒരല്പം എല്ലുപൊടി എടുക്കുക. ഒരു ബക്കറ്റിലേക്ക് ഏതാണ് നമ്മൾ പാത്രം എടുക്കുന്നതിൻ്റെ ഒരു അളവെടുക്കുക. എല്ലുപൊടി, അതേ അളവിൽ തന്നെ വേപ്പിൻ പിണ്ണാക്കും എടുക്കുക. ഒരു കഷ്ണം ശർക്കരയുണ്ട എടുക്കുക. ഇതിനകത്തേക്ക് ഒരടപ്പ് ഈസ്റ്റ് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്ത് 4 ദിവസം പുളിച്ച ശേഷം നമ്മുടെ ചെടികൾക്ക് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്തിട്ട് 100% വിജയം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. പിന്നെ എടുത്തു പറയട്ടെ, ഉണക്ക് സമയമാണെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും അഗ്ലോണിമയ്ക്ക് ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടി ഒരു കാരണവശാലും കൊടുക്കരുത്. ചാണകത്തിൻ്റെ ഒരു അംശം നമ്മുടെ ചെടിയിലുണ്ടെങ്കിൽ ആദ്യമൊക്കെ നല്ല ഗ്രോത്ത് കാണിക്കും. പക്ഷെങ്കിൽ മെല്ലെ മെല്ലെ ഏതെങ്കിലും അതിൻ്റെ ഒരു വേരിൽ ഇത് പറ്റിയിരുന്നിട്ട് കീടങ്ങൾ കയറി നമ്മുടെ സ്റ്റെമ്മ് മുഴുവൻ അഴുകിപ്പോവും. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹസമൊന്നും ദയവായി ആരും ചെയ്യരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ബൈ.